നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ അറ്റൻഡർ മെയിൻസ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇവിടെ നമ്മളോട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കരട് സമിതിയുടെ അധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? അപ്പൊ ആരാണ് ഭരണഘടനാ ഭേദഗതി നിലവിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെന്റിനാണ് അല്ലേ. പാർലമെന്റ് ആണ് ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നത്. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ എത്ര മൗലിക അവകാശങ്ങളാണ് നിലവിലുള്ളത്? 6 അല്ലെ. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കിപ്പം ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. USSR ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയൻ കേട്ടോ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. അപ്പം മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാ? സഹോദരൻ അയ്യപ്പനാണ്. ഓർത്തിരിക്കുക, സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരളത്തിൽ ആരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? KK എളപ്പനാണ് അല്ലേ. KK എളപ്പൻ. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം. അപ്പൊ കുളച്ചിൽ യുദ്ധം ഏത് വർഷമാണ് നടന്നത്? 1741 അല്ലേ. അപ്പൊ 41, 42, 43 എന്നൊക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. 1741 കുളച്ചിൽ യുദ്ധം നടന്നത്. ആരുമായിട്ടാണ് നടന്നത്? ഡച്ചുകാരും തിരുവിതാംകൂർ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? അപ്പൊ ഏതാണ് ആദ്യത്തെ സംഘടിത കലാപം? ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ. 1721 നടക്കുന്ന ആറ്റിങ്ങൽ കലാപമാണ് ആദ്യ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്ക് എതിരെ നടക്കുന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങാണ്. പക്ഷെ ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം മൗലവി അല്ലെ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പിന്നെ K രാമകൃഷ്ണപിള്ള ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു K രാമകൃഷ്ണപിള്ള കേട്ടോ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നും അറിയപ്പെടും. അദ്ദേഹം എഡിറ്ററാണ്. സ്ഥാപകൻ വക്കം മൗലവി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ആരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അദ്ദേഹം ജൂൺ 12, 1905 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഈ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. അപ്പം 1905 ജൂൺ 12 കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അരുണ ആസഫ് അലി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി അരുണ ആസഫ് അലി. ഇനി ചേരുംപടി ചേർക്കലാണ്. അപ്പൊ നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ സമരം, ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിലെ ഇയേഴ്സ് നോക്കുമ്പോൾ 1917 ചമ്പാരൻ വരുന്നത്. ഗാന്ധിജി ഇവിടെ വന്ന് പങ്കെടുത്ത ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917. ഇനി നിസ്സഹകരണ സമരം എപ്പോഴാണ് വരുന്നത്? 1920. ഉപ്പ് സത്യാഗ്രഹം 1930, അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരം 1942 വരുന്നത്. അപ്പൊ ഇതിൽ ശരി ഉത്തരം വരുന്നത് 1D, 2C, 3A, 4B ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? അപ്പൊ കഥക് ഏത് സംസ്ഥാനത്തിന്റെയാണ്? ഉത്തർപ്രദേശിന്റെ ആണ് കേട്ടോ. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഏത് വർഷമാണ്? ഇവിടെ ഡേറ്റ് അടക്കമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് വർഷമാണ്? 1905 ഓഗസ്റ്റ് 7 അല്ലേ. 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബനാറസ് സെഷനിൽ വെച്ചിട്ടാണ്. അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ്ഷിപ്പിലാണ് ഈ ഒരു സംഭവം നടക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ
പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്നതും 1905 ഓഗസ്റ്റ് 7 നടക്കുന്ന ഏത് കോൺഗ്രസ് സെഷനാണ്? ബനാറസ് കോൺഗ്രസ് സെഷനിലാണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി എവിടെയാണ്? റഷ്യയിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി റഷ്യ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ ആണ്. ഓപ്ഷൻ എ ആണ് ശരി. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. അപ്പൊ ഇത് ആര് മരിച്ചപ്പോഴാണ് നെഹ്റു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? ആര് മരിച്ചപ്പോഴാണ്? മഹാത്മാഗാന്ധിയുടെ മരണശേഷമാണ് അല്ലെ. മഹാത്മാഗാന്ധിയുടെ മരണശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് നെഹ്റു പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് 1966 ജനുവരി 10. ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അയൂബ് ഖാനും തമ്മിലാണ് ഇത് ഒപ്പുവെച്ചത്. മീഡിയേറ്റർ ആയിട്ട് നിന്നത് ആരായിരുന്നു? USSR, സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അതിന്റെ മീഡിയേഷന് വന്നിരുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? അപ്പൊ ആരെല്ലാമാണ് ഈ ലയന കരാർ രൂപീകരിക്കാൻ കാരണമായ വ്യക്തികൾ? ആരാണത് രൂപീകരിച്ചത്? ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും VP മേനനുമാണ് അല്ലേ. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് വരിക. 1ഉം 4ഉം വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ VP മേനനും. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? അപ്പൊ ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കാൻ ആരാണ് ഹെൽപ്പ്? ഏത് ഫോറിൻ കൺട്രിയാണ് ഹെൽപ്പ് ചെയ്തത്? സോവിയറ്റ് യൂണിയൻ ആണ് അല്ലെ. സോവിയറ്റ് യൂണിയൻ ആണ്. അതുപോലെ തന്നെ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ആണെങ്കിലും അതും സോവിയറ്റ് യൂണിയന്റെ അസിസ്റ്റൻസിലാണ് ഫോം ചെയ്തത്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് വെസ്റ്റ് ജർമ്മനിയും ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് UK-യും യൂറോപ്യൻ ടെക്നിക്കൽ അഡ്വൈസറിയും ആണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ഈ സ്റ്റീൽ പ്ലാന്റുകളും ഏതൊക്കെ രാജ്യങ്ങളാണ് അതിനെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരാണ്? സോവിയറ്റ് യൂണിയന്റെ സഹായത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? അപ്പം പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്ന പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഗുൽസാരിലാൽ നന്ദ. അതുപോലെ തന്നെ ഇതിന്റെ അവസാനത്തെ ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? മോണ്ടേക് സിംഗ് അലുവാലിയ ആണ്. മോണ്ടേക് സിംഗ് അലുവാലിയ ആണ് അവസാനത്തെ ആസൂത്രണ കമ്മീഷന്റെ ഏറ്റവും അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇപ്പൊ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ ജ്ഞാനേഷ് കുമാർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അതുപോലെ തന്നെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആയിരുന്നു എന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി N കരുൺ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സൈദ് എന്നീ 3 കൃഷികാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരി. അതുപോലെ ഖാരിഫ് ക്രോപ്പ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നെല്ല് ഏത് ക്രോപ്പാണെന്നുള്ളത്. ഖാരിഫ് ക്രോപ്പാണ് നെല്ല്. ഗോതമ്പ് ഏതാണ്? റാബി ക്രോപ്പാണ്. അപ്പം അതൊക്കെ ഓർത്തിരിക്കുക. ഖാരിഫ്, റാബി, സെയ്ദ് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ വരാറുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഈ പറഞ്ഞതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? അപ്പം ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ പ്രൊവിഷണൽ ആൻസർ കീയിൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ചോദ്യത്തിൽ അതിർത്തി പങ്കിടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കരയതിർത്തിയും അതുപോലെ തന്നെ മാരിടൈം ബൗണ്ടറിയും ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ മേ ബി ഒബ്ജക്ഷൻ കൊടുത്തിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം കരയും മറൈൻ ബൗണ്ടറിയും അതുപോലെ തന്നെ ലാൻഡ് ബൗണ്ടറിയും നോക്കുമ്പോൾ ഇവരെല്ലാവരും ഇന്ത്യയുടെ
ബൗണ്ടറി ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ സ്പെസിഫിക്കലി എനിക്ക് തോന്നുന്നു അവർ ലാൻഡ് ബൗണ്ടറി മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ 3ഉം 4ഉം ആണ് വരുന്നത്. 3ഉം 4ഉം എന്ന് പറയുമ്പം പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, ഇത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മാൽഡൈവ്സ്, ശ്രീലങ്ക, മ്യാൻമാർ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാരിടൈം ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഓർത്തിരിക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമതല പ്രദേശത്താണ്. ശരിയാണല്ലേ. അലൂവിയൽ സോയിൽ കൂടുതൽ കാണുന്നത് നോർത്തേൺ പ്ലെയിൻസിന്റെ അവിടെയാണ്. ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. ചുവന്ന മണ്ണാണോ പീഠഭൂമി പ്രദേശത്ത് കാണുന്നത്? പ്ലാറ്റ്യൂവിൽ എവിടെ എന്താണ് കൂടുതലും? ബ്ലാക്ക് സോയിൽ ആണ്. റിഗർ സോയിൽ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് സോയിൽ ആണ് കാണപ്പെടുന്നത്. പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടു കിടക്കുന്നു. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഇത് രണ്ടും തെറ്റാണ്. വെസ്റ്റേൺ ഗട്ട്സ് എവിടെയാ? തമിഴ്നാട് മുതൽ ഒറീസ വരെയല്ല. അവിടെയുള്ളത് ഏതാണ്? ഈസ്റ്റേൺ ഗട്ട്സ് ആണ്. വെസ്റ്റേൺ ഗട്ട്സ് ഇപ്പുറത്തെ സൈഡിലാണ് അല്ലേ. അപ്പൊ ഇത് രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ശരി ഉത്തരം വരുന്നത് 1, 2 ശരി. ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ്? ആരവല്ലിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യയിലെ പർവ്വതനിരകൾ ആരവല്ലിയാണ് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫലഭൂയിഷ്ടമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം, ഇതെല്ലാം ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതയാണ്. അപ്പൊ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവയൊന്നും അല്ല എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ശരിക്കും ഓപ്ഷണൽ ആൻസർ കീഴിൽ ഇവയെല്ലാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാൻ സാധ്യതയുണ്ട്. ഇവിടെ ശരിക്കും ഇവയൊന്നും അല്ല. കാരണം ഇതെല്ലാം ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതയാണ്. അപ്പം ഇവിടെ ബി ആണ് ശരിക്കും ഉത്തരം വരേണ്ടത്. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഹർമൻ പ്രീത് കൗർ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാൽ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അപ്പൊ ഇയർ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. 2023 ലഭിച്ച അവാർഡാണ് 2024 നൽകുന്നത് കേട്ടോ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്ത്? അപ്പൊ ഏതാണ് ആ ക്യാമ്പയിന്റെ പേര്? എന്റെ കേരളം എന്നും സുന്ദരമാണ്. ഓപ്ഷൻ ബി ആണ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മുമ്പൊരു എക്സാമിന് ഇത് ചോദിച്ചിരുന്നു, സെയിം ക്വസ്റ്റ്യൻ. അപ്പം എന്റെ കേരളം എന്നും സുന്ദരമാണ് കേട്ടോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ലയാണ് അല്ലെ. ഏതായിരുന്നു ആ മിഷന്റെ പേര്? ആക്സിയം 4 മിഷനിലാണ് ശുഭാംശു ശുക്ല എവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ചത് കേട്ടോ. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പം ശ്രദ്ധിക്കുക, കേരളത്തിന്റെ ഏത് ദിക്കിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ഏത് ദിക്കിലാണ്? കിഴക്കിലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, കിഴക്ക്. നദികളും അവയുടെ ഉദ്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. അപ്പൊ ഇതിൽ ശരിയല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നെയ്യാറ് അഗസ്ത്യമല, പെരിയാറ് ശിവഗിരി മല, ഭാരതപ്പുഴ ആനമല, പമ്പ നീലഗിരി. അപ്പൊ ഇതിൽ ഏതാണ് ശരിയല്ലാത്തത്? പമ്പയാണല്ലേ. പമ്പ നീലഗിരി അല്ല. എവിടെ നിന്നാണ് പമ്പ ഉദ്ഭവിക്കുന്നത്? പമ്പ ഒറിജിനേറ്റ് ചെയ്യുന്നത് പുലച്ചി മലയിൽ നിന്നാണ്. പീരുമേട് പ്ലാറ്റ്യൂവിലുള്ള പുലച്ചി മലയിലാണ് പമ്പ ഉദ്ഭവിക്കുന്നത്. അപ്പൊ ഇവിടെ 4 മാത്രമാണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. 4 തെറ്റായിട്ടുള്ള ജോഡി. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ശരിയാണ്. തെന്മല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. അത് തെറ്റാണല്ലേ. ഏതാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതാണ്? പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. അത് ശരിയാണ്. അപ്പൊ ഇവിടെ 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല.
കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ സംരംഭങ്ങളും ലക്ഷ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാച്ച് ചെയ്യാം. സുഭോജനം എന്ന് പറയുമ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റായിട്ട് വരുന്നത് ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇനി ആശ്വാസ് കറക്റ്റായിട്ട് മാച്ച് ആവുന്നത് വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയാണ്. ആശ്വാസ് ഡി. ഇനി ഞാൻ ഒഴുകട്ടെ വരുന്നത് നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് ബി ആണ്. പച്ചത്തുരുത്ത് തരിശു നിലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുക. അപ്പൊ പച്ചത്തുരുത്ത് ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പൊ അതിൽ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി 1A 2D 3B 4C ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെ കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. അപ്പം ഇതിലെ ഈ ഒന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മത്തി. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. ഇതിലെവിടെയാണ് റെയിൽവേ ലൈൻ ഇല്ലാത്തത് കേരളത്തിൽ? കൂടുതലും മലനാടുകളായിരിക്കും അല്ലേ? അപ്പം അതിൽ നമ്മൾ നോക്കുമ്പം വയനാടും ഇടുക്കിയാണ് ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ 1 and 2. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? സഞ്ജു സാംസൺ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ്. അടുത്ത ചോദ്യം, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? അപ്പം ഏതെല്ലാം ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം, കൊല്ലം. അപ്പം ഇതിൽ കൊല്ലം ഒഴികെ ഈ 3 ജില്ലകളിലും വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം. 1, 2, 3 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ശരിയാണ്. കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴ 3000 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് ഉറപ്പിച്ച് 3000 സെന്റിമീറ്റർ എന്ന് പറയാൻ പറ്റില്ല. 3000 മുതൽ 3100 സെന്റിമീറ്റർ വരെ ആവറേജ് ആനുവൽ റെയിൻഫോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വൈദ്യുതി നിലയത്തിലാണ്. ശരിയാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് പെട്രോളിൽ നിന്നാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ പെട്രോളിയം അധികമായിട്ട് സാറ്റലൈറ്റിന്റെ ഇതിന് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇവിടെ 1, 3 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചി അമ്മയ്ക്ക് ലഭിച്ചത് 2011 സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ ആണ്. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. അപ്പൊ ഇതിൽ 1, 2 ആണ് കേട്ടോ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്, അമൃത ഷെർഗിൽ അല്ല. ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1, 2 തെറ്റാണ്. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. G. ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പം G. ശങ്കരക്കുറുപ്പിന് ശേഷമാണ്, പക്ഷേ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിന് ശേഷം SK പൊറ്റക്കാടിനാണ് ലഭിച്ചിട്ടുള്ളത്. 1965 G. ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. SK പൊറ്റക്കാടിന് 1980 ലഭിക്കുന്നത്. അതിനുശേഷം 84 തകഴിക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 1995 MT വാസുദേവൻ നായർക്ക്, 2007 ONV കുറുപ്പിനും, അതുപോലെ 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ലഭിക്കുന്നത്. 6 പേർക്കാണ് മൊത്തത്തിൽ കേരളത്തിലെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ശരിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പം അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2008 നവംബറിൽ മുംബൈയിൽ
നവംബറിൽ മുംബൈയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച് രാജ്യം അശോക ചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു പാലക്കാട് സ്വദേശിയായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഇവിടെ പാലക്കാട് സ്വദേശിയല്ല, അദ്ദേഹം എവിടെയാണ്? കോഴിക്കോട് സ്വദേശിയാണ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. 2008 നവംബറിലാണ് പാകിസ്ഥാൻ തീവ്രവാദികളുമായിട്ടുണ്ടായിരുന്ന ഏറ്റുമുട്ടലിലാണ് അദ്ദേഹം മരിച്ചത്. അശോക ചക്ര നൽകിയിട്ടുണ്ട്, അതെല്ലാം ശരിയാണ്. ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പാലക്കാടല്ല, കോഴിക്കോട് സ്വദേശിയാണ് അദ്ദേഹം. 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർ ചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. അത് ശരിയാണ്. 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർചക്രം നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ വിശ്വനാഥൻ. അതും ശരിയാണ്. ഇപ്പോൾ ഇവിടെ 1 മാത്രമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? കറക്റ്റ് ആൻസർ വരുന്നത് ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടോ. അപ്പം പ്ലെയർ ഓഫ് ദി സീരീസ് ആയത് ജസ്പ്രീത് ബുംറയും പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് വിരാട് കോഹ്ലിയാണ് കേട്ടോ. 2023 നൊബേൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. യോൺ ഫോസ്റ്റെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. നർഗീസ് മുഹമ്മദി സമാധാനം, ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തക. ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. അപ്പം ഇതിൽ തെറ്റായിട്ട് വരുന്നത് നർഗീസ് മുഹമ്മദിയുടെയാണ്. ബംഗ്ലാദേശിലല്ല, അവരെവിടത്തെയാണ്? ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അപ്പം 2 തെറ്റാണ്. ശരിയായവ 1ഉം 3ഉം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. അപ്പം ഇതിൽ ആസ്ഥാനമില്ല, ശരിയാണ്. ഇനി അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറി മാറി എത്തും. അത് തെറ്റാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴല്ല, ആനുവലി ആണ് അത് മാറുന്നത്. ആനുവൽ റൊട്ടേഷൻ ആണ് വരുന്നത്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. G20 സംഘാടകരെ ഷേർഷാ എന്നാണ് വിളിക്കുക. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഷേർഷാ എന്നല്ല, ഷെർപ്പ എന്നാണ് വിളിക്കുക. ഷെർപ്പ. അപ്പൊ ഇവിടെ 2ഉം 3ഉം ആണ് തെറ്റ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗയാണ് അല്ലെ കറക്റ്റ് ആൻസർ. അപ്പോൾ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പാലക്കാട് അല്ലല്ലേ, പുത്തുമല എവിടെയായിരുന്നു? വയനാട്ടിലായിരുന്നു. അപ്പം അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണ്? മുരിങ്ങയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, മുരിങ്ങ. ദഹനരസങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏത്? കരൾ, പിത്തരസം, ബൈല് അല്ലെ, ലിവർ, ബൈല് ശരിയാണ്. അന്നനാളം, ഹൈഡ്രോക്ലോറിക് ആസിഡ് അത് തെറ്റായിട്ടുള്ളതാണ് അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടെയാണ്? സ്റ്റൊമക്കിലാണ്, ആമാശയത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആഗ്നേയ ഗ്രന്ഥി, ആഗ്നേയ രസം അത് ശരിയാണ്. അപ്പൊ ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ജോഡികൾ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണ എന്ന രോഗം ഏത് വൈറ്റമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഏത് വൈറ്റമിന്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ ഡി അല്ലെ, റിക്കറ്റ്സ്. ഇനി വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ്? B1ന്റെ കുറവ് മൂലം ബെറിബെറിയും, അതുപോലെ തന്നെ B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് പെല്ലാഗ്ര. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നൈറ്റ് ബ്ലൈൻഡ്നസും സെറോതാൽമിയയും. അതുപോലെ തന്നെ വൈറ്റമിൻ സി, സ്കർവി. അപ്പൊ ഇതിൽ ആ രോഗങ്ങളും അതുപോലെ ഏത് വൈറ്റമിൻസ് ആണ് കണക്ട് ആയിട്ടിരിക്കുന്നുള്ളതെന്ന് പഠിച്ചിരിക്കുക. അപ്പം കണ രോഗം എന്ന് പറയുമ്പോൾ റിക്കറ്റ്സ്, വൈറ്റമിൻ ഡി കേട്ടോ. ചില ആഹാര ബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. പുല്ല്, പുൽച്ചാടി, മുയൽ, സിംഹം. മുയൽ എന്താണ്? പുൽച്ചാടീനെ കഴിക്കില്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? KAU മണ്ണുത്തി ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? പവിത്ര, അന്നപൂർണയൊക്കെ നെല്ലിന്റെ സങ്കരയിനം വിത്തുകളാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്.
കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ഏത് ജീവിയുടെയാണ്? കാട്ടാനയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ലിയോ 14 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ലിയോ 14. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര് എന്തായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്പറേഷൻ സിന്ദൂർ. അലൂമിനിയത്തിന്റെ അയിരേത്? അപ്പൊ അലൂമിനിയത്തിന്റെ ഓർ ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലെ? ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ ഓർ. ഇനി ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും എന്തിന്റെ ഓറാണ്? അയൺ ഓറാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അതുപോലെ സിങ്കിന്റെ ഓറാണ് കലാമിൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? അപ്പൊ ഏത് മീഡിയത്തിൽ കൂടെയാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുക? ശൂന്യതയിലൂടെയാണ് അല്ലെ? വേക്വം. ഇനി വേക്വത്തിനേക്കാളും കുറവാണ് എയറിൽ, എയറിനേക്കാളും കുറവാണ് വാട്ടറിൽ, വാട്ടറിനേക്കാളും കുറവാണ് ഗ്ലാസ്സിൽ കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ശൂന്യതയിലാണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ശബ്ദ തീവ്രത അളക്കുന്നത് ഡെസിബൽ ആണ് അല്ലെ? ഡെസിബൽ ആണ്. അതുപോലെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ് എന്ന് പറയുന്നത്. ഇനി പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. പിന്നെ കറന്റിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. അപ്പൊ അതെല്ലാം ഓർത്തിരിക്കുക, എല്ലാത്തിന്റെയും യൂണിറ്റ്സ് ഓർത്തിരിക്കുക. ഇവിടെ ശബ്ദ തീവ്രത സൗണ്ടിന്റെ ആണ് ഡെസിബൽ വരുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിലെ ഊർജ്ജം ഏത്? അപ്പൊ ഈ സംഭരിച്ച് നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ആ ഒരു സംഭരണിയിലെ ഊർജ്ജം ഏതാന്നാ ചോദിക്കുന്നത്. അതേതാണ്? സ്ഥിതികോർജ്ജമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക. അപ്പൊ ഏത് അവയവത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് അല്ലെ? ചെറുകുടൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്, നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് എത്രയാണ്? 70 to 110 മില്ലിഗ്രാം പെർ മില്ലിലിറ്റർ അല്ലെ? 70 to 110 മില്ലിഗ്രാം പെർ 100 മില്ലിലിറ്റർ ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഏതാണ്? നിർഭയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നത്. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? കോളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, ക്ഷയം. അപ്പൊ ഇതിൽ ഏതാണ് വായുജന്യ രോഗങ്ങൾ? വായുവിലൂടെ പകരുന്നത് ക്ഷയവും ചിക്കൻ പോക്സും ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി കോളറ എങ്ങനെയാണ്? ജലജന്യ രോഗമാണ്, വെള്ളത്തിലൂടെയാണ് പകരുന്നത്. അതുപോലെ ചിക്കൻ ഗുനിയ പകരുന്നത് എങ്ങനെയാണ്? കൊതുക്, ഏഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകിലൂടെയാണ് ചിക്കൻ ഗുനിയ പകരുന്നത്. എയ്ഡ്സ് HIV ബാധിതരുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക. അപ്പം എയ്ഡ്സ് HIV ബാധയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധം HIV പകരാൻ ഇടയാക്കുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരുമിച്ച് HIV ബാധിതരുമായി താമസിച്ചാലും ഭക്ഷണം പങ്കിട്ടാലും HIV ബാധ ഉണ്ടാവാം. അത് തെറ്റാണ് അല്ലെ? അങ്ങനെ ഭക്ഷണം പങ്കിട്ടുകൊണ്ടൊന്നോ ഒരുമിച്ച് താമസിച്ചുകൊണ്ടൊന്നും അത് പകരില്ല. ഹസ്തദാനം, ചുമ, തുമ്മൽ, ശൗചാലയങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെ HIV പകരാം. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. HIV ബാധിതർ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ രോഗപകർച്ച ഉണ്ടാവാം. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് തെറ്റായവയാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ അതിവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശരിയാ. ഇത് പ്രൊവിഷണൽ ആൻസർ കീഴിൽ ഇവർ എന്താ ചെയ്തേക്കുന്നത് വെച്ചാൽ ശരിയായതാണ് പ്രൊവിഷണൽ ആൻസറിൽ കൊടുത്തേക്കുന്നത് 1ഉം 4ഉം. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം ഏതാണ്? നിപ്പ അല്ലെ? നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കുറേ കണ്ടുവരുന്ന ഒരു രോഗമാണ് നിപ്പ വൈറസ്. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതി ഏതാണ്? അപ്പൊ കുട്ടികളിൽ കുഷ്ഠരോഗം രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ബാലമിത്ര. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ബാലമിത്ര. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ആവശ്യമായ ഊർജ്ജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഏതാണ്? കൂടുതൽ ധാന്യം അടങ്ങിയിട്ടുള്ളത് ധാന്യകം എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ കൂടുതൽ ധാന്യകം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? അരി, ഗോതമ്പ്, കപ്പ, അതിലൊക്കെയാണ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത് കേട്ടോ. COVID-19 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക.
COVID-19 കാരണം കൊറോണ വൈറസ് ആണ്. ശരിയാണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. അതും ശരിയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. അതും ശരിയാണ്. COVID-19 പകർച്ചവ്യാധിയല്ല. ഇതാണ് ഏറ്റവും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പോൾ ഇതൊക്കെ അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? ഓഡ് വൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. BCG, ECG, OPV, MMR. ഇതിൽ ഏതാണ് ഓഡ് വൺ? ECG ആണല്ലേ. എന്തുകൊണ്ടാണ്? ബാക്കി മൂന്നും വാക്സിൻ ആണ്. ഡിസീസ് പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിനുകളാണ് BCG, OPV, MMR ഒക്കെ. ECG എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹാർട്ടിന്റെ ആക്ടിവിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ്. അതിന്റെ ഹാർട്ട് റേറ്റും കാര്യങ്ങളും ഹാർട്ടിന്റെ ഒരു ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ECG എന്ന് പറയുന്നത്. BCG, MMR, OPV എന്താണ്? വാക്സിൻസ് ആണ്. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റമിൻ ഏത്? അപ്പം ഫാറ്റ് സോളിബിൾ അല്ലാത്തത് ഏതാണ് ഇതിൽ? വൈറ്റമിൻ സി ആണ് അല്ലേ? വൈറ്റമിൻ സി ആണ് ഫാറ്റ് സോളിബിൾ അല്ലാത്ത 2 വൈറ്റമിനുകളാണ് ഉള്ളത്, ബിയും സിയും. ഇനി അത് വാട്ടർ സോളിബിൾ ആണ് കേട്ടോ. ഇത് ബിയും സിയും. ഫാറ്റിൽ ലയിക്കാത്തത് ബിയും സിയും, അതാണ് വാട്ടർ സോളിബിൾ ആയിട്ടുള്ളത്. ഇനി ഫാറ്റിൽ ലയിക്കുന്നത്, കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ ADEK. അതിന് നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കൊഴുപ്പിൽ ലയിക്കുന്നത് കേടാന്ന് പറയാം. ഫാറ്റിൽ സോളിബിൾ ആയിട്ടുള്ളത് കേടാ, KEDA, വൈറ്റമിൻ KEDA. അപ്പം ഫാറ്റിൽ ലയിക്കുന്നത് കേടാ കേട്ടോ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ബിയും സിയും വാട്ടർ സോളിബിൾ ആണ്, കൊഴുപ്പിൽ ലയിക്കാത്തതാണ്. മൂത്രാശയ രോഗങ്ങളുടെ കാരണം. മൂത്രശങ്ക ഉണ്ടാവുമ്പോൾ മൂത്രമൊഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം, വൃത്തിശീലങ്ങളിലെ പോരായ്മ. ഇതെല്ലാം എന്താണ്? യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് അല്ലേ? മൂത്രാശയ രോഗങ്ങളുടെ കാരണങ്ങൾ ഇത് 3 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? 1, 2, 3 ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷ് ആണ്. അപ്പം എന്ത് കാരണമാണ് വായിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ പല്ലുകൾക്ക് കേടുവരുന്നത്? ബാക്ടീരിയകൾ കാരണമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. പനി ഏത്? അപ്പൊ ഏത് പനിയുടെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ? ഡെങ്കിപ്പനിയുടെ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറിലെ മാത്സ് ഒഴികെയുള്ള ബാക്കി 80 ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഈ ചോദ്യങ്ങൾ വന്ന ഏരിയാസ്, ആ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും അതുപോലെ തന്നെ 10th പ്രിലിംസിനാണെങ്കിലും നോക്കി പോവുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഏരിയാസിൽ നിന്നാണ് ഇവിടെയും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ കമ്പാരിറ്റീവ്ലി ഈ പേപ്പർ നല്ല എളുപ്പമായിരുന്നു, നല്ല ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പം അടുത്ത 10th പ്രിലിംസിനൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിൽ ചോദ്യങ്ങൾ വന്ന ഏരിയാസിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയാസൊക്കെ നല്ലപോലെ റിവൈസ് ചെയ്ത് പോവാം കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ ആസ്പിറൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, എന്തെങ്കിലും ക്വയറീസോ ഫീഡ്ബാക്സോ എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.